My Home Interior and Exterior. Fancy lights, LED lights, curtains, gift items, clocks, bedroom works, customized furniture, wooden flooring, paving stone, roofing, shingles, landscape. Visit My Home Interior and Exterior near Bericheri Gate, Trikkarip. തൃക്കരിപ്പൂർ പേക്കടുത്ത് KG മാരാർ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ശേഷം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. തിങ്ങി നിറഞ്ഞ ബസ് സ്റ്റാൻഡ്, സൂചികുത്താനിടമില്ല. നിശബ്ദത ഭംഗിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ കേരള ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. ആ സമയത്ത് കാലിൽ സ്വാധീനമില്ലാത്ത ഒരു വയസ്സായ സ്ത്രീ അവിടത്തേക്ക് വന്നിട്ട് സ്റ്റേജിന് തൊട്ടപ്പുറം നിന്നിട്ട് എനിക്ക് പെൻഷൻ തരുമോ, എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ശോഭാ സുരേന്ദ്രന് സംസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ട് ആരും അങ്ങോട്ട് പോയിട്ടുമില്ല. അതിനിടെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഏതെങ്കിലും CPM ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി പെൻഷൻ വാങ്ങിക്കൊടുക്കൂ. കേരളത്തിന്റെ ഒരു പൂർണ്ണ പരിച്ഛേദമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും നിറഞ്ഞ കയ്യടിയും ഉയർന്നു. ആ ഒരു വാർത്തയിലേക്ക് പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ ഈ സഹോദരിയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയന് നട്ടലുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവന്റെ പെൻഷൻ വിതരണം അത് ആദ്യം നടത്തിയിട്ട് മതി ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ പൊതുയോഗം എന്ന് പറയുക. അതാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഈ നാട്ടിൽ മനസ്സിൽ വിഭ്രാന്തിയുള്ള ആളുകൾ, നമ്മുടെ എല്ലാം പാവപ്പെട്ട ആളുകൾ, മനോനില തെറ്റിയ ആളുകൾ, കടത്തിണ്ണയിൽ അന്തി ഉറങ്ങുന്നവർ, ജീവിക്കാൻ നിർവാഹമില്ലാത്തവർ, അവരെ എല്ലാം എങ്ങനെ കാണാനാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്? അവരെ നമ്മുടെ ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു വാള് പോലെ. ഡെമോക്രസിന്റെ വാളിന്റെ പ്രത്യേകത എന്താണ്? ആ വാള് എപ്പോഴാണ് ഊർന്ന് താഴേക്ക് വീഴുക എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഡെമോക്രസിനെ കുറിച്ച് മനസ്സിലാക്കിയവർക്കറിയാം. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഡെമോക്രസിന്റെ വാളാണ്. ഗോവിന്ദൻ മാഷ് ഒന്ന് ശബ്ദമുയർത്തിയാൽ, പ്രതികരിച്ചാൽ, നിങ്ങൾ ചെയ്യുന്നത് നെറികേടാണോ എന്ന് പറഞ്ഞാൽ ആ ഗോവിന്ദൻ മാഷക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗോവിന്ദ മാഷിക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല. അപ്പൊ ഗോവിന്ദ മാഷ് എന്ത് പറയും? ഗോവിന്ദ മാഷ് ഒരു ദിവസം പറയും ഗണപതി മിത്താണെന്ന് പറയും, അടുത്ത ദിവസം ഗോവിന്ദ മാഷ് പറയും അല്ല ഞങ്ങൾ ഗണപതിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും. പിന്നെ ഗോവിന്ദ മാഷ് പറയും റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ നാട് മാറുമ്പോൾ, നമ്മുടെ നാട്ടിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി റൂർക്കി സർവകലാശാലയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് IIT-യിൽ നിന്ന് കുട്ടികൾ വന്ന് അവര് ഇടുക്കിയിലെ മുല്ലപ്പെരിയാറിലെ ഡാമിനെ കുറിച്ച് പഠിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോടിലും കണ്ണൂരും കാസർഗോഡും വയനാടും അവിടെ ഇതുപോലെയുള്ള മഴ അധികമാകുമ്പോൾ ഭൂകമ്പ സാധ്യത വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെടുമ്പോ ഗോവിന്ദ മാഷ് പറയും ഷൊർണൂരിൽ നിന്ന് അപ്പം വെക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഒരു റെയിൽവേ അത് പോകണം. എങ്ങനെ ക്ഷാമർപ്പിച്ചിട്ടല്ലേ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തത്? അന്ന് പാർട്ടി പിണറായി വിജയനായിരുന്നു. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ തന്നെയാണ്, മുഖ്യമന്ത്രിയും പിണറായി വിജയനാണ്, മന്ത്രിമാർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പിണറായിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരിൽ വകതിരിവുള്ളവരുണ്ടെങ്കിൽ, നീ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഈ കസേരയിൽ ഇരിക്കില്ല എന്ന് പറയുന്നതും പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ കൂട്ടത്തിൽ മരുമകനുമുണ്ട്. ഇതിന്റെ നേതാക്കന്മാർ പോയാൽ മതി. അപ്പൊ ചില കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞു ഈ പാർട്ടി തകരുകയാണ്, ഈ പാർട്ടി തകർക്കപ്പെടുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായ സഹകരണങ്ങൾ ഈ കേരളത്തിലേക്ക് കിട്ടിയില്ലേ? മുഖ്യമന്ത്രി ഒരു കണക്കും പറയില്ല, മുഖ്യമന്ത്രി ഒരാളുടെ പേരും പറയില്ല. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടു. ഞങ്ങൾ സഹായിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. സഹായിച്ചില്ലേ മിസ്റ്റർ പിണറായി? 24% കടന്നില്ലേ കേരളത്തിലെ GST? ഈ പിരിച്ചെടുക്കുന്ന പണമെല്ലാം എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? എന്താ നരേന്ദ്രമോദിക്ക് ഇത്ര കണക്ക് വേണം എന്ന് നിർബന്ധം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രമുഖൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു ഇന്നലെ
പ്രമുഖൻ ഏതെങ്കിലും സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല. പ്രമുഖൻ എന്ന് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് UK ഫർണിച്ചർ, IT തൃക്കരിപ്പൂർ. കടലോരത്ത് കടൽ പോലെ ഒരു 3 ടയർ ഫർണിച്ചർ കട. ഫാക്ടറി വിലയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ. അക്കേഷ്യയിലും തേക്കിലും പ്ലാവിലും വീട്ടിയിലും കടഞ്ഞെടുത്ത കസേരകൾ, കട്ടിൽ, മേശ, അലമാരകൾ, ബെഞ്ചുകൾ, ഊഞ്ഞാൽ കട്ടിൽ, സോഫ സെറ്റുകൾ, ഡൈനിങ് സെറ്റുകൾ തുടങ്ങി അലങ്കാര ഫർണിച്ചറുകളുടെ അവിസ്മരണീയ ഷോ. UK ഫർണിച്ചർ, IT തൃക്കരിപ്പൂർ. വിസിറ്റ്, സെലക്ട് ആൻഡ് കളക്ട്.